ആരാ അങ്ങനെ പറഞ്ഞത്? കാലകേയൻ. പോലീസ് പിടിച്ചാൽ ഇങ്ങനെ ഒരു നുണക്കഥ പറയണമെന്ന് ആരാ ബാപ്പുട്ടിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യ. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ചന്ദ്രമോഹൻ, നോ. ഓക്കെ, തർക്കത്തിന് ഞാനില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി. കാലകേയൻ പറഞ്ഞത് സത്യമാണെന്ന് ബാപ്പുട്ടിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലാത്തത് പറയാൻ അയാൾക്കെന്താ വട്ടുണ്ടോ? പറഞ്ഞല്ലോ, മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഒന്നും ചെയ്യണ്ട. അയാളെ വിട്ടേക്ക്. നീ ഇങ്ങോട്ട് മാറി നിൽക്കാം. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? മിസ്റ്റർ ഭരത് സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, മതിഭ്രമം. കാലകേയൻ, അങ്ങനെ ഒരു പേര് ആർക്കും ഉണ്ടാവില്ല. അയാളുടെ സാങ്കല്പിക സൃഷ്ടി. ദരിദ്ര ചുറ്റുപാടിൽ ജനിച്ചു വളർന്നവനാകാം ബാപ്പുട്ടി. നിറയെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതിനുള്ള മാർഗം ചിന്തിച്ച് ഒടുക്കം അയാളുടെ മനസ്സ് ഒരു പഴങ്കഥയിൽ ഉപായം കണ്ടെത്തി. ചോദിക്കുന്നതൊക്കെ നൽകുന്ന അത്ഭുത വിളക്ക്. കാലകേയൻ എന്ന കഥാപാത്രമായി അയാൾ സ്വയം മാറുന്നു. കടലിൽ നിന്ന് വിളക്ക് കൈക്കലാക്കാനുള്ള ഉപായങ്ങൾ ചിന്തിക്കുന്നു. ഡ്യുവൽ ഫേസ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ അയാൾ ബുദ്ധിസ്ഥിരതയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ഒരുപാട് കേസുകൾ എന്റെ അടുത്ത് വരാറുണ്ട്. എനിക്ക് വട്ടാണെന്ന് അയാൾ പറഞ്ഞത്. അത് നന്നായി.